ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. ഭാരതാംബ വിവാദത്തിലാണ് SFI പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുന്ന. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതിഷേധക്കാരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അലക്സ് ഷാ മുഹമ്മദ് വിവരങ്ങൾ നൽകും. അലക്സ്, പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? അവിടെ ഒന്ന് മാറ്റിയിട്ടുണ്ടോ? വിജയകുമാർ, പ്രവർത്തകർ വിവിധ ഘട്ടങ്ങളായി, അതായത് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രവർത്തകരുടെ പ്രതിഷേധവുമായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മൾ കണ്ടിരുന്നു, ഈ ഭാരതാംബ വിവാദമൊക്കെ കണ്ടിരുന്നു. ഈ രാജ്ഭവനെ RSS വൽക്കരിക്കാൻ ശ്രമിക്കുന്ന വലിയ ആരോപണം SFI മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഇടത് സംഘടനകളാകെ മുന്നോട്ട് വെക്കുന്നുണ്ട്. CPM ഉം CPI ഒക്കെ വലിയ പ്രതിഷേധം. CPI കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗവർണറെ വഴിയിൽ തടയുന്നതടക്കം നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് SFIയുടെ ഈ സമരം. അതിന് പ്രധാനമായി അവർ പറയുന്നത്, ഈ RSS ആചാര്യന്മാരായ ഹെഡ്ഗേവാറിന്റെയും ഗോൾവാൾക്കറുടെയും ചിത്രം ഈ രാജ്ഭവനുള്ളിലുണ്ട്. ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിനുള്ളിൽ ഇത്തരത്തിൽ RSS ആചാര്യന്മാരുടെ ചിത്രം വെക്കേണ്ട സ്ഥലമല്ല, അത് നീക്കം ചെയ്യണമെന്നാണ് SFI പ്രവർത്തകർ പറയുന്നത്. അവരുടെ പ്രതിഷേധം ഇന്നൊരു ഓർഗനൈസ്ഡ് രൂപത്തിലായിരുന്നില്ല. അതായത് ഒരു പ്രതിഷേധ പ്രകടനമായോ മറ്റോ ആയിരുന്നില്ല അവർ ഇവിടേക്ക് വന്നത്. അവർ പെട്ടെന്ന് പൊടുന്നനെ ഓടിയെത്തി ഈ രാജ്ഭവൻ മുന്നിലേക്ക്, രാജ്ഭവന്റെ മതിലിലേക്ക് ഗാന്ധിയുടെയും അംബേദ്കറുടെയും ഒക്കെ ചിത്രങ്ങൾ പതിപ്പിക്കുന്നതിനുള്ള ശ്രമം, അങ്ങനെ ഒരു വേറിട്ട പ്രതിഷേധമാണ് SFIയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ കനത്ത കാവലായിരുന്നു രാജ്ഭവൻ പ്രദേശം മുഴുവൻ, രാജ്ഭവന്റെ അങ്കണവും രാജ്ഭവന്റെ മുറ്റം മുഴുവൻ കനത്ത കാവലിലായിരുന്നു, പോലീസ് കാവലിലായിരുന്നു. വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് നിരവധി പോലീസുകാരാണ് ഇവിടേക്ക് എത്തിച്ചിരുന്നത്. അതുമാത്രമല്ല, ഈ മതിലിനെമ്പാടും, ഈ രാജ്ഭവൻ ചുറ്റുമതിലിനെമ്പാടും പോലീസുകാരെ അവർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ രാജ്ഭവന്റെ മതിലിനടുത്തേക്ക് ഈ പ്രവർത്തകർ എത്താതിരിക്കാനുള്ള മുൻകരുതൽ പോലീസ് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് ഈ പ്രവർത്തകർ ഓടിയെത്തിയപ്പോഴേക്കും തന്നെ പോലീസ് ഈ പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇപ്പോൾ അവരെ അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ പ്രവർത്തകർ എത്തിച്ചേരുമോ എന്നൊരു ആശങ്ക പോലീസിനുണ്ട്. പോലീസ് അതങ്ങനെ ഈ പ്രദേശമാകെ ഇങ്ങനെ തിരച്ചിൽ നടത്തുന്നുണ്ട്. മറ്റു പ്രവർത്തകർ കൂടി എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ ഈ പ്രതിഷേധം നടത്താൻ? അതായത് ഇങ്ങനെ വന്ന് ഈ സമരത്തിന്റെ ഭാഗമായി മതിലിൽ ഗാന്ധിയുടെയും ഒപ്പം ഈ അംബേദ്കറുടെയും ഒക്കെ ചിത്രങ്ങൾ ഒട്ടിച്ച് പ്രതിഷേധം അറിയിക്കാൻ കൂടുതൽ പ്രവർത്തകർ എത്തുമോ എന്നുള്ളതാണ് പോലീസ് ഈ തിരിഞ്ഞു നോക്കുന്നത്. എന്താണെങ്കിലും SFIയുടെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം കൂടി ഉണ്ടായിരിക്കുന്നു. ഇതിൽ മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട് വിജയകുമാർ. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ അതായത് സർക്കാരും ഗവർണറുമായി ഈ ദൃശ്യങ്ങൾ രാജ്ഭവന് മുന്നിലാണ്. അവിടെ SFI പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. ഭാരതാംബ വിവാദത്തിലാണ് SFI പ്രവർത്തകർ പൊടുന്നനവേ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്.